നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാങ്ങാട്ടി പാലത്തിന് സമീപത്തെ മണൽക്കടത്ത് തടഞ്ഞു. മണലെടുക്കാനെത്തിയ JCBയും ലോറിയും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. തിരൂർ ഏഴൂർ PC പടിയിലെ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ശോഭയാത്രയിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ടത് ഇസ്ലാം മതവിശ്വാസിയായ നിഷാദ് കല്ലിങ്ങൽ. ബാലഗോകുലം അരിയല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷം ഗംഭീരമായി കൊണ്ടാടി. PK മുഹമ്മദ് അലി കൂട്ടായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ തിരൂർ DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജാമ്യത്തിലിറങ്ങിയ കാപ്പ പ്രതി വീണ്ടും അക്രമം തുടങ്ങി. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. മാങ്ങാട്ടി പാലത്തിന് സമീപത്തെ മണൽക്കടത്ത് തടഞ്ഞു. മണലെടുക്കാനെത്തിയ JCBയും ലോറിയും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി കരാറെടുത്തവരാണ് മണൽ കടത്തുന്നതെന്നാണ് ആരോപണം. പഞ്ചായത്തിലെ മുഴുവൻ റോഡുകൾ പൊളിച്ച് നാശാക്കിയിട്ടുണ്ട്. ഇവര് ജലജീവന്റെ ഈ പൈപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എല്ലാ റോഡും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതിനുള്ള ഫണ്ട് ഇനി എവിടുന്ന് കിട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല. ആ രൂപത്തിൽ നിൽക്കുകയാണ്. പഞ്ചായത്തിലെ ജനങ്ങളേക്ക് എന്നുള്ള ആക്ഷേപം കേട്ട് മടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഇതേപോലെ തന്നെ മണ്ണ് മാന്തി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മാങ്ങാട്ടി പാലത്തിന് സമീപത്തെ റോഡിനോട് ചേർന്നുള്ള മണ്ണാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ആരോപണം. 500 മീറ്ററോളം നീളത്തിൽ മണലെടുത്തിട്ടുണ്ട്. നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി കഴിഞ്ഞ ദിവസം മണൽക്കടത്ത് തടഞ്ഞിരുന്നു. തുടർന്നും മണലെടുപ്പ് നടന്നതോടെയാണ് തിങ്കളാഴ്ച രാവിലെയോടെ നൌഷാദ് നെല്ലാഞ്ചേരിയും നാട്ടുകാരും ചേർന്ന് മണലെടുപ്പ് തടഞ്ഞത്. ഇന്നലെ വൈകുന്നേരം മുതൽ വട്ടം പഞ്ചായത്തിന്റെ മാങ്ങാട്ടി പാലത്തിന്റെ താഴത്തെ ഭാഗത്തുള്ള മണല് കൂട്ടിയിട്ടത്, ആ മണല് മുഴുവനും ജലജീവന്റെ കോൺട്രാക്ടർമാര് ആ മണ്ണ് മുഴുവൻ മാന്തി ഏകദേശം ഒരു 100-200 മീറ്റർ ഭാഗത്തോളം നീളത്തിൽ മണ്ണ് മാന്തി എടുത്തിട്ടുണ്ട്. ആ മണ്ണ് മാന്തി എടുത്തതിന്റെ കൂടെ തന്നെ ഈ PWD മാങ്ങാട്ടി പരിയാരം റോഡിലുള്ള ഭിത്തി അടക്കം പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ കോൺട്രാക്ടർ ആളോട് പറഞ്ഞതാണ്, മണ്ണ് ഇവിടുന്ന് ഒരു കാരണവശാലും എടുത്തു കൊണ്ടുവരുത്, പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും പെർമിഷൻ കിട്ടിയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ ഇന്ന് രാവിലെ മുതൽ അതേ പണിനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മണ്ണ് എവിടേക്കാണോ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന ഭാഗത്ത് ആ മണ്ണിന് കൂടിയുള്ള കോൺട്രാക്ടർ പിന്നെ ടണ്ട് വെച്ചിട്ടാണല്ലോ ഒരു വർക്ക് എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇവിടുന്ന് അനധികൃതമായിട്ട് ഈ മണ്ണ് മുഴുവൻ മാന്തി കൊണ്ടുപോകണം. ഇവിടുത്തെ ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഭീകരാവസ്ഥ മനസ്സിലായത്. വളരെ വലിയ ഒരു 1/2 കിലോമീറ്ററിനടുത്ത് ദൂരം മണ്ണ് മാന്തി എടുത്ത് കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ഇതിപ്പോ ഞങ്ങൾ നാട്ടിൽ തടഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതാണ്. മാങ്ങാട്ടി റോഡിനോട് ചേർന്ന് പൊതുമരാമത്ത് വിഭാഗം നിർമ്മിച്ച ഭിത്തിയും തകർത്താണ് മണലെടുത്തിട്ടുള്ളത്. ഭിത്തി തകർന്നതിനാൽ ശക്തമായ മഴ പെയ്താൽ റോഡ് തകരാനും കാരണമാകും. കാലവർഷം ശക്തി പ്രാപിച്ചാൽ റോഡിലടക്കം വെള്ളം നിൽക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ ഗതാഗതം വരെ നിരോധിച്ചിരുന്നു. വെട്ടന്യൂസ് തിരൂർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ ജില്ലാ രക്ഷാധികാരിയായിരുന്ന ഗായകൻ PK മുഹമ്മദ് അലി കൂട്ടായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തിരൂർ ലളിത കലാസമിതിയിൽ നടന്ന ചടങ്ങ് ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. സവാക്ക് മുൻ ജില്ലാ രക്ഷാധികാരിയായിരുന്ന മുഹമ്മദ് അലി കൂട്ടായി അനുസ്മരണ ചടങ്ങിൽ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് PT ബദ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. സെൽറ്റി തിരൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈശ്വർ തിരൂർ, നരൻ ചെമ്പൈ, മണികണ്ഠൻ ഇടമന, മണി കൈമലശ്ശേരി, സുന്ദർ തിരൂർ, ഖാലിദ് താനൂർ, CKM ഹാഷിം, റീന തൃക്കണ്ടിയൂർ, രമേശ് ചങ്ങനാശ്ശേരി, അപ്പുമുട്ടിക്കാട്, രമേശ് ശ്രീധർ, ഫൈസൽ മായനങ്ങാടി, P സുഹറാബി, ഷംസുദ്ദീൻ മുണ്ടേക്കാട്, ഹംസ കൈനിക്കര, ഹസൻ കുത്തുകല്ല്, കുഞ്ഞിപ്പ കഡ്സ്, സുലൂസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ ഏഴൂർ PC പടിയിലെ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ശോഭയാത്രയിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ടത് ഇസ്ലാം മതവിശ്വാസിയായ നിഷാദ് കല്ലിങ്ങൽ. ബോച്ചയുടെ അപരനായി വേഷമിട്ട് സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ വ്യക്തി കൂടിയാണ് നിഷാദ്. മതമൈത്രി ഊട്ടിയുറപ്പിക്കാനാണ് ശ്രീകൃഷ്ണ വേഷമിട്ടതെന്നും ഇത് തന്റെ ഒരു ആഗ്രഹമായിരുന്നുവെന്നും നിഷാദ് കല്ലിങ്ങൽ പറഞ്ഞു. നമസ്കാരം. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വേഷം കെട്ടിയിട്ടുള്ളത്. എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ മനസ്സിൽ ഒന്ന് തോന്നിയിരുന്നു കുറച്ച് മുൻപ് ഇതുപോലൊരു വേഷം എനിക്ക് ചേർച്ച ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, ബോച്ചിയുടെ അഭരണമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മൾ 1-2 അമ്പലങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവിടുന്ന് അവർ വിളിച്ചിട്ടുണ്ട്. അവർ പരിപൂർണ്ണ സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും വൈറലാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഡ്യൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണിത്, ശ്രീകൃഷ്ണനായിട്ട് ചെയ്യാന്നുള്ളത്. എൻ്റെ സ്വപ്നമായിരുന്നു. അത് ഇന്ന് തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് ഇങ്ങനെ ഒരു വേഷം ചെയ്യണം എന്നുള്ളത്. കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഘോഷയാത്രയിൽ വേഷമിട്ടതോടെ നിരവധി പേർ സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കുമായി. തുടർന്ന് തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തും നിഷാദ് ശ്രീകൃഷ്ണ വേഷത്തിൽ പോയിരുന്നു. വേഷമൊരുക്കി കൊടുത്തത് മേക്കപ്പ് ആർട്ടിസ്റ്റ് സുബ്രു തിരൂരാണ്. കല്ലിങ്ങൽ മൊയ്തുവിന്റെയും പരേതനായ സുരേഖയുടെയും മകനാണ് നിഷാദ്. ഉത്സവത്തിന് ഇതര സമുദായക്കാർക്ക് സമൂഹ സദ്യയൊരുക്കുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം. വെട്ട ന്യൂസ്, തിരൂർ. സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ തിരൂർ DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. KG പടി പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് DYSP ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പേടിപ്പിക്കാൻ നോക്കണ്ട, ഓർത്ത് കളിച്ചോ ഭരണക്കാരെ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. തുടർന്ന് നടന്ന പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി DYSP ഓഫീസിലേക്ക് ഇതുപോലുള്ള ഒരു പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ്. എല്ലാ കാലത്തും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പൊതുജന പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരമുഖത്തേക്ക് വരിക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശീലമാണ്. ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ആ ബാധ്യത ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയും വേലി തന്നെ വിളവ് തിന്നുകയാണ്. ആരാണോ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്, ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തന്നെ ജനദ്രോഹികളായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഈ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനുകളെ കയറി ചെല്ലാൻ ഒരു വനിതകൾക്ക് പോലും ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച നിങ്ങൾക്കുള്ള ഒരു താക്കീത് മാത്രമാണ് ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി. രവി തേലത്ത്, ഗീത മാധവൻ, ബാദുഷ തങ്ങൾ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീബ ഉണ്ണികൃഷ്ണൻ, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചക്കോത്ത്, ജില്ലാ ഭാരവാഹികളായ മനോജ് പാറശ്ശേരി, KP സുബ്രഹ്മണ്യൻ, പ്രസാദ് പടിഞ്ഞാറക്കര, K സുബിത്ത്, ബീന സന്തോഷ്, ശശി കറുകയിൽ, K ഗിരീഷ് കുമാർ, രാജൻ കർമ്മി, ഉഷ പാലക്കൽ, പ്രിയേഷ് കാർക്കോളി, മണമൽ ഉദയേഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മണഞ്ചേരി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N അനിൽകുമാർ സ്വാഗതവും PC നാരായണൻ നന്ദിയും പറഞ്ഞു. വിവിധ മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, തിരൂർ. ബാലഗോകുലം അരിയല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷം ഗംഭീരമായി കൊണ്ടാടി. വർണ്ണശബളമായ ശോഭയാത്ര ലക്ഷ്മി ഒടുക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു. TK വാസു ഹാരാർപ്പണം നടത്തി.
ദോരക ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സുധീഷ് കൊരങ്ങാട്ട്, ബാലകൃഷ്ണൻ കീക്കിത്തറ, നമ്പ്യാർ വീട്ടിൽ വിജേഷ്, അനിൽകുമാർ 18-ാം വീട്ടിൽ, കൊണ്ടാരംപാട്ട് സന്തോഷ് കുമാർ, MC സുനിൽ, ബാബു മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ, MVHSS പരിസരത്തു നിന്നും ഛത്രപതി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ രാജൻ കോട്ടശ്ശേരി, ഷാജു കോട്ടശ്ശേരി, വിജേഷ്, അജിത്, ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീ രവിമംഗലം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ശോഭയാത്ര അരിയല്ലൂർ ജംഗ്ഷനിൽ സംഗമിച്ച് അധികാരിക്കോട്ട ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. സംഘടിപ്പിക്കുന്ന ശോഭയാത്രയാണ് ഈ വാഹനത്തിന് പിറകിലായി കടന്നുവരുന്നത്. ശോഭയാത്രയാണ് ഈ വാഹനത്തിന് പിറകിലായി കടന്നുവരുന്നത്. വ്യത്യസ്തതരം നിശ്ചല ദൃശ്യങ്ങൾ, ഗോപികാ നൃത്തം, ചെണ്ടമേളം എന്നിവ കൊണ്ട് ശോഭയാത്ര വർണ്ണശബളമായി. ന്യൂസ് അരിയല്ലൂർ. കൊലപാതകം, കവർച്ച, ആക്രമങ്ങൾ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ താനൂർ ചീരാൻ കടപ്പുറം സ്വദേശി ആബിദ് ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും അക്രമങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ട്. കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാളാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായത്. തിരൂർ ബീവറേജിനു മുന്നിൽ വെച്ച് ഇയാൾ പരസ്യമായി മദ്യപിക്കുകയും അതുവഴി കടന്നുപോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സത്യമായിരിക്കും. നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് സത്യമായിരിക്കും. ഞാൻ വീട്ടിൽ നിന്നാ കുടിച്ചോ ഒരു 10 രൂപ ബില്ലാലെ ഞാൻ ചോദിച്ചപ്പോ എല്ലാവരും എന്റെ വസ്ത്രമാക്കില്ലേ നോക്കുമ്പോ ഞാൻ മുഖം തന്നെ അടിക്കും. സത്യം. ഇയാളുടെ ശല്യം കാരണം ഭീതിയോടെയാണ് ആളുകൾ ഈ വഴി സഞ്ചരിക്കുന്നത്. നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളുടെ ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ബെട്ടർ ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.